ഹേ ബേബ്സ്, വെൽക്കം ബാക്ക്. നമ്മൾ പുതിയൊരു തായ് ഡ്രാമ സ്റ്റാർട്ട് ചെയ്യാണ്. നമ്മളെ എല്ലാ പ്രാവശ്യം കാണുന്ന പോലുള്ള ഒരു തായ് ഡ്രാമയല്ല ഇത്. അതിൽ നിന്ന് ഡിഫറെന്റ് ആയിട്ടുള്ള തായ് ഡ്രാമയാണ്. ഞാൻ ഇത് പറയാനുള്ള റീസൺ എന്ന് വെച്ചാൽ ഈ ഒരു ഡ്രാമയിലെ ഫസ്റ്റ് ഹീറോ എന്ന് പറഞ്ഞ ഒരു ഹ്യൂമനും സെക്കൻഡ് ഹീറോ ഒരു വാമ്പയർ ആണ്. വാമ്പയറിന്റെ ഹ്യൂമന്റെ ഇടയ്ക്ക് എങ്ങനെ ലവ് പോസിബിൾ ആവുമെന്ന് നമുക്ക് ഈ ഡ്രാമ കണ്ടു തന്നെ മനസ്സിലാക്കാം. സോ ബേബ്സ്, നമുക്ക് എപ്പിസോഡിലേക്ക് പോകാം. എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്ത് തന്നെ നമ്മളെ ഫസ്റ്റ് മെയിൽ ലീഡ് ആയിട്ടുള്ള യോയാണ് കാണിക്കുന്നത്. അപ്പൊ അവന്റെ മൈൻഡ്സ് ഓവറിൽ ഈ ലോകത്തുള്ള ആളുകൾ ഏലിയൻസിന്റെയും മാർഷ്യൽസിന്റെയും സിനിമകളൊക്കെ കാണാറുണ്ട്. കൊച്ചു കുട്ടികൾ പോലും സൂപ്പർ ഹീറോസിനെ അനുകരിക്കാറുണ്ട്. അവരും നമ്മളെ പോലെ റിയൽ ലൈഫിൽ ജീവിക്കുന്നുണ്ടെന്ന് അറിയാൻ ആഗ്രഹമുള്ള ആൾക്കാർ എത്ര പേര് കാണും? എനിക്ക് ശരിക്കും പറയാന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു ആഗ്രഹമുണ്ട്. പക്ഷെ അതിനുള്ള ക്ലിയർ ആയിട്ടൊരു ആൻസർ ആർക്കും തരാൻ പറ്റിയിട്ടില്ല. പക്ഷെ ഞാനൊരു കാര്യം കണ്ടുപിടിച്ചു, അത് റിയൽ ലൈഫിൽ ഉള്ളതാണെന്ന്. അതും പറഞ്ഞിട്ട് ഒരു പയ്യനെ കാണിക്കുന്നുണ്ട്. ഇവനാണ് നമ്മുടെ സെക്കൻഡ് ഹീറോ. ഇവന്റെ പേരാണ് പണ്ണ്. പണ്ണിന്റെ യോടെ ഇടയ്ക്ക് എന്തൊക്കെയാ നടക്കുന്നതെന്ന് നമുക്ക് വഴിയെ മനസ്സിലാക്കാം. അങ്ങനെ ഇരിക്കും ഒരു ദിവസം യോയുടെ ഫ്രണ്ട്സും കൂടി ചേർന്ന് ഒരു സ്ഥലത്തേക്ക് പോവാണ്. നമ്മുടെ യോയെ കണ്ടാൽ തന്നെ അറിയാം അവൻ വളരെയധികം ഹാപ്പിയാണ്. പക്ഷെ ബാക്കി ആരും ഹാപ്പി അല്ല. ലൂയിസ് ചോദിക്കുന്നുണ്ട്, എന്തിനാണ് അവിടേക്ക് പോകുന്നത്? ഇപ്പൊ അവിടേക്ക് പോകേണ്ട ആവശ്യമുണ്ടോ? അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്കത് കാണാൻ പറ്റുമെന്നൊക്കെ. കാണാനുള്ള പോസിബിലിറ്റി ഉണ്ടെന്ന് നമ്മുടെ യോയും പറയാണ്. അങ്ങനെ ഇവര് ഉദ്ദേശിച്ച ആ ഒരു സ്ഥലത്ത് എത്തുവാണ്. നമ്മൾ വിചാരിക്കും ഇവര് ടൂറിന് വല്ലതും വന്നതായിരിക്കും. പക്ഷെ മക്കളെ, അങ്ങനെ ഒന്നും ചിന്തിക്കേണ്ട. ഇവരാന്നുണ്ടെങ്കിൽ വന്നിട്ട് ഇപ്പൊ 2 ദിവസമായി. എല്ലാരും പായം വിരിച്ചുകൊണ്ട് മേലേക്ക് നോക്കി കിടക്കാണ്. ആ ഒരു സംഭവത്തിനെ കാണുന്നില്ലല്ലോടാ. നമ്മളിപ്പോ 2 ദിവസമായി ഇവിടെ വന്നിട്ട് കൊതുകിന്റെ കടി കൊള്ളുന്നത് മാത്രമാണ് മിച്ചം. ഇനി നമ്മൾ റോങ് സീസൺ വല്ലതായിരിക്കും വന്നത്. ഇതൊക്കെ ചോദിക്കുന്നത് നമ്മുടെ ലൂയിസ് ആണ്. ലൂയിസിനാന്നുണ്ടെങ്കിൽ ആക്ച്വലി ഇതിനോട് വലിയ താല്പര്യം ഇല്ലാന്ന് തോന്നുന്നു. അപ്പൊ ഇതൊക്കെ കേട്ടോണ്ട് അടുത്തിരിക്കുന്ന പാക്ക് എന്ന് പറഞ്ഞ പെണ്ണ്, അങ്ങനെ റോങ് സീസൺ ഒന്നും ഇല്ലടാ, ഏത് സീസണിൽ വന്നാലും കാണാൻ പറ്റുമെന്നാണ് എല്ലാരും പറയുന്നത്. ആകാശം തെളിഞ്ഞു നിന്നാൽ മാത്രം മതി എന്നൊക്കെ. ഇതേക്കുന്ന ലൂയിസ് ആണെങ്കിൽ പ്രാർത്ഥിക്കുന്നുണ്ട്, എന്റെ പൊന്നു ദൈവമേ, ഇവിടെ ഇപ്പൊ വന്നിട്ട് 2 ദിവസമായി, കൊതുകിന്റെ കടി കൊള്ളുന്നത് മാത്രമാണ് മിച്ചം, ഇന്നെങ്കിലും ഒന്ന് കാണിച്ചു തരാൻ പറഞ്ഞുണ്ട്. പാക്കാണെങ്കിൽ ഇനിയിപ്പോ ഇങ്ങനെ കടന്നിട്ട് ഒരു കാര്യമില്ലടാ, എല്ലാരും ഒന്ന് എഴുന്നേറ്റെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാരും എഴുന്നേപ്പിച്ച് നിർത്തുന്നുണ്ട്. എന്നിട്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി പോണ്. എല്ലാരും കണ്ണടയ്ക്കാനും പറയുന്നുണ്ട്. എല്ലാരും കണ്ണടയ്ക്കാണ്. നമ്മുടെ ലൂയിസ് മാത്രം കണ്ണു തുറന്ന് നിൽക്കുകയാണ്. എന്താടാ, നിന്റെ അടുത്ത് മാത്രം ഇനി പ്രത്യേകിച്ച് പറഞ്ഞു, വരേക്ക് കണ്ണടയ്ക്കണമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ പാക്കാണെങ്കിൽ പ്രാർത്ഥിക്കാൻ സ്റ്റാർട്ട് ചെയ്യാണ്. ദൈവമേ, ഞങ്ങൾ ഇവിടേക്ക് വന്നിട്ട് 2 ദിവസമായില്ലേ, ഞങ്ങളെ ഒന്ന് കാണിച്ചു തന്നെ എന്താ കുഴപ്പം? ഞങ്ങൾ അവരെ ജസ്റ്റ് കാണത്തേ ഉള്ളൂ, പ്ലീസ് ഒന്ന് കാണിച്ചു തരാൻ പറയുന്നുണ്ട്. ഇതേപോലെ തന്നെ ബാക്കിയുള്ളവർ ഏറ്റു പറയാണ്. പ്രാർത്ഥന കഴിഞ്ഞിട്ട് ഇവര് ഉദ്ദേശിക്കുന്ന സംഭവം കാണുന്നില്ല. ഇനിയിപ്പോ നമ്മൾ പ്രാർത്ഥിച്ചതിനകത്ത് വല്ല തെറ്റ് വല്ല ഉണ്ടോ എന്നൊക്കെ പറഞ്ഞ് നിൽക്കുമ്പോഴേ നമ്മുടെ യോ നോക്കുമ്പോഴേ ആകാശത്ത് 3 ലൈറ്റ് കാണുന്നുണ്ട്. 3 ലൈറ്റ് വട്ടത്തിൽ കിടന്ന് കറങ്ങുവാണ്. പെട്ടെന്ന് തന്നെ നമ്മുടെ യോ എന്നുണ്ടെങ്കിൽ അത് വീഡിയോ എടുക്കുന്നുണ്ട്. തൊട്ട് ഫ്രണ്ടിൽ തന്നെ നമ്മുടെ പാക്കാണെങ്കിൽ കൈയും വീശി പിടിച്ചോണ്ട് നിൽക്കുകയാണ്. ഇതെന്തോ നീ ചെയ്യുന്നതെന്ന് പറഞ്ഞ് നമ്മുടെ ബോയ് ചോദിക്കുമ്പോഴും, അതോ ഞാനാന്നുണ്ടെങ്കിൽ എനർജി ആവിഷ്കരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഇവളാന്നുണ്ടെങ്കിൽ കൈയൊക്കെ നീട്ടി വെച്ചോണ്ട് അങ്ങ് നിൽക്കുകയാണ്. അങ്ങനെ അതിനുശേഷം ഇവരാന്നുണ്ടെങ്കിൽ ആ അടുത്തൊരു വീഡിയോ ഇല്ലേ, അത് അവരുടെ കോളേജിൽ കൊണ്ടുവന്ന് സബ്മിറ്റ് ചെയ്യുന്നുണ്ട്. ആക്ച്വലി ഇവരുടെ ഒരു പ്രോജക്റ്റ് ആയിരുന്നു അത്. അപ്പൊ അതിനുള്ള ഒരു അപ്രൂവൽ വാങ്ങിച്ചുകൊണ്ടാണ് ഇവർ പുറത്തേക്ക് ഇറങ്ങുന്നത്. അങ്ങനെ ഫൈനലി നമുക്ക് പ്രോജക്റ്റ് കണ്ടിന്യൂ ചെയ്യാനുള്ള അപ്രൂവൽ കിട്ടി. ഇനി നമ്മൾ ഇത് കണ്ടിന്യൂ ചെയ്യും. അങ്ങനെയല്ലേ യോ എന്ന് പറഞ്ഞ് നമ്മുടെ ലൂയിസ് ചോദിക്കുമ്പോഴേ നമ്മുടെ യോയാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമില്ലേ, എനിക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള കാര്യങ്ങളിൽ ഒരുപാട് ഇൻട്രസ്റ്റ് ഉണ്ടെന്ന്. അപ്പൊ നമ്മൾ ഇത് കണ്ടിന്യൂ തന്നെ ചെയ്യുന്നു പറഞ്ഞിട്ട് എല്ലാരും കൈ കൊടുക്കുന്നുണ്ട്. അങ്ങനെ അതിനുശേഷം നമ്മുടെ യോയി ഒരു തട്ടുകട എന്ന് പറയുമ്പോഴേ ആ തട്ടുകടയെന്ന് തന്നെ പറയാം. കാരണം നമ്മളെ ഇവിടെയുള്ള തട്ടുകടയ്ക്ക് ഇങ്ങനെയാണല്ലോ, റോഡിന്റെ സൈഡിലാണല്ലോ. അങ്ങനെയുള്ള ഒരു കടയിലേക്ക് വരുവാണ് നമ്മുടെ യോയി. അവിടെ വിൽക്കുന്നത് മെയിൻ ആയിട്ടും പോർക്ക് ബ്ലഡ് സൂപ്പാണ്. നമ്മുടെ യോയ്ക്കാന്നുണ്ടെങ്കിൽ ആ ഒരു ഫുഡ് ഒരുപാട് ഇഷ്ടമാണ്. അവനാണെങ്കിൽ അവന് കുടിക്കാനുള്ള വെള്ളമൊക്കെ എടുത്തോണ്ട് വന്നിട്ട് അവന്റെ സീറ്റ് വന്നിരിക്കുന്നുണ്ട്. അവനാന്നുണ്ടെങ്കിൽ അവിടുത്തെ സ്ഥിരം കസ്റ്റമർ ആണ്. അപ്പൊ അവനുള്ള ഫുഡ് അവിടുത്തെ ഒരു പെണ്ണെടുത്തോണ്ട് വന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു ടൈമിൽ അവിടേക്ക് വേറൊരു പയ്യൻ വരുവാണ്. ഇവനാണ് നമ്മുടെ സെക്കൻഡ് ഹീറോ. ഇവന്റെ പേരാണ് പൺ. ഇവനാണെങ്കിൽ കോടയും പിടിച്ചോണ്ട് കൂളിംഗ് ഗ്ലാസ് ഒക്കെ ഇട്ടുകൊണ്ടാണ് വന്നിരിക്കുന്നത്. ഇവനെ കാണുമ്പോൾ തന്നെ നമ്മുടെ യോയ്ക്കാന്നുണ്ടെങ്കിൽ ഒരുമാതിരി വിയേഡായിട്ട് തോന്നുവാണ്. ഇതെന്താ ഈ സമയത്ത് ഇവൻ കൊടയും പിടിച്ചോണ്ട്, അതും പോരാഞ്ഞിട്ട് കൂളിംഗ് ഗ്ലാസ് വെച്ചേക്കൊണ്ട് ആകെപ്പാട് ഒരു വിയേഡ് ലുക്കാണ്. ഈ റോഡ് സൈഡിലെ കടയിൽ വന്ന് കഴിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്രയും ടിപ് ടോപ്പ് ആയിട്ട് ഡ്രസ് ഇട്ടേക്കുന്നത്. ഇവൻ ആകെപ്പാട് വിയേഡായിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞ് ഇവൻ മനസ്സിൽ തിങ്ക് ചെയ്യുമ്പോഴാണ് ആ ഇരിക്കുന്ന നമ്മുടെ പണ്ണിനുള്ള ഫുഡ് കൊണ്ടുവന്ന് വെക്കുന്നത്. ഇവനാണെങ്കിൽ ചെറിയൊരു കിഡ്നി പോലെയുള്ള സംഭവത്തിലാണ് പോർക്കിന്റെ ബ്ലഡ് സൂപ്പ് കഴിക്കുന്നത്. അതേസമയം നമ്മുടെ പണ്ണ് കൊണ്ടുവച്ചിരിക്കുന്നത് വലിയൊരു ബൗളാണ്. ആ ഒരു ബൗള് കൊണ്ടുവയ്ക്കുമ്പോൾ തന്നെ നമ്മുടെ യോയുടെ മനസ്സിലെ എന്തോന്ന്, ഇവന് ഇത്രയും കഴിക്കോ? എനിക്ക് തോന്നുന്നില്ല ഇവന് ഇത്രയും കഴിക്കുന്നു. ഇവനെ കൊണ്ട് ഇതൊക്കെ കഴിക്കാൻ പറ്റുമോ? ഇതൊക്കെ വിയേഡായിട്ടുള്ള സംഭവമാണെന്നൊക്കെ ഇവൻ ഇത് തിങ്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ പണ്ണാണെങ്കിൽ ആ ഒരു ബൗളിലെ എല്ലാ സൂപ്പും കുടിച്ചു തീർക്കുകയാണ്. അയ്യോ, ഇവൻ ശരിക്കും മനുഷ്യൻ തന്നെയാണ്, ഇവനെ കൊണ്ട് ഇത് എങ്ങനെ കഴിക്കാൻ പറ്റുന്നതൊക്കെ. അതും പോരാഞ്ഞിട്ട് ഇവനാന്നുണ്ടെങ്കിൽ അടുത്തൊരു ബൗളും കൂടി ഓർഡർ ചെയ്യുന്നുണ്ട്. ഇതും കൂടി ആകുമ്പോഴത്തേക്ക് ഇവനങ്ങ് വല്ലാണ്ടാവാണ്. നമ്മുടെ പണ്ണിന് സെർവ് ചെയ്ത ആ ഒരു പെണ്ണിനെ വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട്, അയാൾ ഏതാന്നൊക്കെ. ഓ, ആയിരിക്കുന്ന ആളാണോ? അയാൾ ഇവിടുത്തെ സ്പെഷ്യൽ കസ്റ്റമർ ആണ്, ഞങ്ങളുടെ VIP കസ്റ്റമർ ആണെന്നൊക്കെ ഈ ഒരു പെണ്ണ് പറയുന്നുണ്ട്. എന്തോന്ന്, എന്നെക്കാളും സ്പെഷ്യൽ ആയിട്ടുള്ള കസ്റ്റമറാ? ഞാനല്ലേ ഇവിടുത്തെ VIP. എന്തോന്ന്, നീ ഇവിടുത്തെ VIP ഓ? നീ ഒരു ചെറിയ ബൗളിലാണ് ഫുഡ് കഴിക്കുന്നത്. പക്ഷെ അയാളെ നോക്കിയേ, അയാൾ എന്തുമാത്രം ഫുഡ് കഴിക്കുന്നതെന്ന്. അയാളാണ് ഇവിടുത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞിട്ട് അവൾ അവിടുന്ന് പോകുന്നുണ്ട്. ഇതൊക്കെ കേൾക്കുന്നത് നമ്മുടെ യോ എന്നുണ്ടെങ്കിൽ എന്തോന്ന്, എന്നെക്കാളും വലിയ സ്പെഷ്യൽ വേണോ? ഒരു കാര്യം ചെയ്യ്, ഇതേപോലത്തെ 2 ബൗളും കൂടി എനിക്ക് കൂടി എടുത്തോളാൻ പറയാണ്. ഞാനാണ് ഇവിടുത്തെ സ്പെഷ്യൽ, അത് നീയാണ് ഇവിടുത്തെ സ്പെഷ്യൽ എന്ന് എനിക്ക് അറിയണമെന്ന് പറയുന്നുണ്ട്. പെട്ടെന്ന് മുമ്പിരിക്കും നമ്മുടെ പണ്ണാന്നുണ്ടെങ്കിൽ നമ്മുടെ യോയെ ശ്രദ്ധിക്കുന്നുണ്ട്. നമ്മുടെ യോ എന്നുണ്ടെങ്കിൽ വീതവാദകം മുഴുക്കിയെങ്കിലും അവനാന്നുണ്ടെങ്കിൽ ആകെ
ആകപ്പാട് നാണം കെട്ട് ആ ഒരു ഫുഡാന്നുണ്ടെങ്കിൽ പാഴ്സലാക്കി എടുത്തോണ്ട് നടന്നു വരികയാണ്. എന്തോ ചെയ്യാനാന്ന് പറയാം, നോർമലായിട്ടിരിക്കുന്ന ഒരു മനുഷ്യന് ഇത്ര അധികം കഴിക്കാൻ പറ്റുമോ? ഓ ആകപ്പാട് നാണം കെട്ടെന്ന് പറഞ്ഞുകൊണ്ട് ഇവനാന്നുണ്ടെങ്കിൽ വീട്ടിലേക്ക് വരികയാണ്. വീട്ടിലേക്ക് വന്നിട്ട് ഇവനാണെങ്കിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കുകയാണ് മിസ്റ്റേഴ്സ് മാൻ എന്ന് പറഞ്ഞുകൊണ്ട്. ഇങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമിൽ ഇവന്റെ അനിയത്തി ഇവന്റെ അടുത്തേക്ക് വന്നിരിക്കുന്നുണ്ട്. ഇവള് നോക്കുമ്പോഴാണെന്നുണ്ടെങ്കിൽ ആ ഒരു പോർക്കിന്റെ ബ്ലഡ് സൂപ്പ് അവിടെ ഒരുപാട് ഇരിപ്പുണ്ട്. ഇതെന്തിനാ ചേട്ടാ ഇത്ര അധികം ബ്ലഡ് സൂപ്പ് വാങ്ങിച്ചോണ്ട് വന്നെന്ന് ചോദിക്കുമ്പോൾ, അതോ നിനക്കും കൂടി വാങ്ങിച്ചോണ്ട് വന്നെയാണ്, നിനക്കും ഇഷ്ടമല്ലേ, നീയും കഴിക്കുന്ന പറയുമ്പോഴേ, ഏയ് ചേട്ടാ എനിക്ക് ഇങ്ങനത്തെ സംഭവം ഒന്നും ഇഷ്ടമല്ല, ഒരു കാര്യം ചെയ്യ് നീ തന്നെ കഴിക്കുന്നു പറഞ്ഞിട്ട് അവള് പോകാൻ വേണ്ടി വരുമ്പോഴത്തേക്കും നമ്മുടെ യോയെന്നുണ്ടെങ്കിൽ നീ എന്താ ഇതൊന്നും കഴിക്കാത്തത്, ഇതൊക്കെ കഴിക്കാന്നുണ്ടെങ്കിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള അയണും പ്രോട്ടീനൊക്കെ കിട്ടുമെന്ന് ഇവൻ പറയുന്നുണ്ട്. ഇതേക്കുന്ന അനിയത്തിയാന്നുണ്ടെങ്കിൽ ചേട്ടൻ പറഞ്ഞില്ലേ അയൺ കിട്ടുമെന്ന്, അയൺ കൊണ്ട് നമ്മുടെ ബോഡിക്ക് എന്താ പ്രയോജനം എന്ന് ചേട്ടനെ അറിയോന്നൊക്കെ. ഇതേക്കുന്ന യോയെന്നുണ്ടെങ്കിൽ കുറച്ചു നേരം ആലോചിച്ചിരുന്നിട്ട്, അതിപ്പോ എന്ത് ഇത്ര അധികം പറയാനുള്ളത്, നമ്മുടെ ശരീരത്തിന് സ്ട്രോങ് ആക്കും അത്രയല്ലേ ഉള്ളെന്നൊക്കെ. അയ്യോ ഈ മണ്ടൻ ചേട്ടനെ കൊണ്ട് ഞാൻ തോറ്റ്, നമ്മുടെ ശരീരത്തിൽ സ്ട്രോങ് ആക്കുമല്ല അനീമിയെ പ്രിവെന്റ് ചെയ്യാൻ സഹായിക്കും. ചേട്ടൻ ഇതിനെ പറ്റി ഒന്നും അറിയത്തില്ല എന്നുണ്ടെങ്കിൽ ഇതിനെ പറ്റി സംസാരിക്കാൻ നിൽക്കരുത്. ഇതും പറഞ്ഞിട്ട് അനീതി എവിടുന്ന് പോകുന്നുണ്ട്. നമ്മുടെ യോയെന്നുണ്ടെങ്കിൽ എത്ര നാണം കെട്ടാലും വലിയ ഒളിപ്പൊന്നും ഇല്ലാതെ അവൻ പിന്നെയും സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവന് ഓർമ്മ വരുന്ന ഫുള്ള് നമ്മുടെ പണ്ണിനെയാണ്. ശരിക്കും അവൻ വിയേഡായിട്ടുള്ള ഒരാളാണ്, പക്ഷെ അവന്റെ അടുത്ത് എന്തോ ഒന്ന് അട്രാക്ട് ചെയ്യുന്നുണ്ട്, അത് എന്തായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഇവനിങ്ങനെ ആലോചിച്ചിരുന്നത് തന്നെ ചിരിക്കുന്നുണ്ട്. അങ്ങനെ പിറ്റേ ദിവസം നമ്മുടെ യോയ ആണെങ്കിൽ ബോയ് എടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ബോയ് ഞാൻ കഴിഞ്ഞ ദിവസം ഒരാളെ മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അയാളെന്നുണ്ടെങ്കിൽ ഒരുമാതിരി വിയേഡ് ആയിട്ടുള്ള പേഴ്സൺ ആയിരുന്നു. എനിക്ക് തോന്നുന്നത് നമ്മളെ ഡോക്യുമെന്ററിയിൽ അയാളെ മെയിൻ ക്യാരക്ടറായിട്ട് വെക്കാന്നാണ്. നമ്മൾ അയാളെ പറ്റി സ്റ്റഡി ചെയ്യാന്നുണ്ടെങ്കിൽ അതായിരിക്കും നല്ല കാര്യം എന്നൊക്കെ. അത് ആരാണെന്നൊക്കെ നമ്മുടെ ബോയ് തിരക്കുന്നുണ്ട്. ആ ഒരു ടൈമിൽ ബാക്കിയുള്ള ഫ്രണ്ട്സ് കൂടി അവന്റെ അടുത്തേക്ക് വന്നിരിക്കുകയാണ്. നിങ്ങൾ എന്തിനെ പറ്റിയിട്ടാണ് സംസാരിക്കുന്നതെന്ന് ചോദിച്ചുകൊണ്ട്. അപ്പൊ ഇവനാണെങ്കിൽ പറയുന്നത്, ഞാൻ കഴിഞ്ഞ ദിവസം ഒരാളെ മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ശരിക്കും വിയേഡ് ആയിട്ടുള്ള പേഴ്സൺ ആണ്, ഞാൻ ശരിക്കും ഇൻട്രസ്റ്റ് ആയി, എനിക്ക് തോന്നുന്നു നമ്മുടെ ഡോക്യുമെന്ററിയിൽ അയാൾ ഉൾപ്പെടുത്താന്ന്, അയാളുടെ സ്വഭാവത്തെ പറ്റി പഠിക്കാന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കും, എനിക്ക് തോന്നുന്നു അയാൾ ശരിക്കും ഇൻട്രസ്റ്റിംഗ് ആണെന്ന്. ഇതേക്കുന്ന ബാക്കിയുള്ളവര് എന്തോ ഇൻട്രസ്റ്റിംഗ് ഇൻട്രസ്റ്റിംഗ് ആണ്, അയാളുടെ വിയേഡ് ആയിട്ടുള്ള പെരുമാറ്റം അത് ശരിക്കും ഇൻട്രസ്റ്റിംഗ് തന്നെയാണ്, അയാളുടെ പെരുമാറ്റത്തെ പറ്റി പഠിക്കാന്നുണ്ടെങ്കിൽ അതായിരിക്കും നല്ലതെന്നൊക്കെ. ബാക്കിയുള്ളൊരു കഥയൊന്നും അറിയാൻ വയ്യാതെ നീ ആരെ പറ്റിയിട്ട് പറയുന്നതെന്ന് ചോദിക്കുകയാണ്. അങ്ങനെ അതിനുശേഷം കാണിക്കുന്നത് ഇവരെല്ലാരും കൂടി നമ്മുടെ യോയ് വരാനുള്ള ആ ഒരു തട്ടുകടയില് അവിടേക്ക് വരുവാണ്. അങ്ങനെ എല്ലാരും നമ്മുടെ പണ്ണിനെ തിരക്കി ഇങ്ങനെ ഇരിക്കുകയാണ്. പണ്ണാന്നുണ്ടെങ്കിൽ അവിടേക്കൊന്നും വരുന്നില്ല. അങ്ങനെ നോക്കി ഇരുന്നിരുന്ന് നൈറ്റ് ആവാണ്, നൈറ്റ് ആയിട്ടും വരുന്നില്ല. എന്തുവാടാ ഇത്, ഇപ്പൊ ഇരുന്നിരുന്ന് നൈറ്റ് ആയല്ലോ, അയാൾ ഇനി ഇവിടേക്ക് വരുമോ ഇല്ലേ എന്നൊക്കെ ഇവര് ചോദിക്കുന്നുണ്ട്. എനിക്ക് ഉറപ്പാണ് അവൻ ഇവിടേക്ക് വരുമെന്ന്, അതായത് സൂര്യൻ അസ്തമിച്ചല്ലേ ഉള്ളൂ, അവൻ ഉറപ്പായിട്ടും വരുമെന്നൊക്കെ നമ്മുടെ യോയി പറയുന്നുണ്ട്. എന്നിട്ട് നോക്കിയിട്ട് നമ്മുടെ പണ്ണ് വരാത്ത കാരണം അവിടെ സെർവ് ചെയ്യുന്ന ആ ഒരു പെണ്ണില്ലേ, ആ ഒരു പെണ്ണിനെ വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ ആ ഒരു VIP കസ്റ്റമർ ഇല്ലേ, അവൻ എപ്പോഴാ വരുന്നതെന്നൊക്കെ. ഓ അയാളാണോ, അയാളുടെ പേര് പണ്ണാണ്, അയാൾ ഇപ്പൊ തന്നെ വരും, നിങ്ങൾ നോക്കിക്കോന്നൊക്കെ പറഞ്ഞിരിക്കുമ്പോഴത്തേക്കും അവനാന്നുണ്ടെങ്കിൽ വരുന്നുണ്ട്. പണ്ണിനെ കണ്ട പടത്തിനെ പെമ്പിള്ളാരെല്ലാം വെച്ച് കണ്ണെടുക്കാതെ നമ്മുടെ പണ്ണെ തന്നെ ഇങ്ങനെ നോക്കി ഇങ്ങനെ ഇരിക്കാണ്. ആ ഒരു നടന്നു വരുന്ന വരക്കം കണ്ടിട്ട് നമ്മുടെ യോയ് പോലും കണ്ണെടുക്കാതെ അങ്ങ് നോക്കി അങ്ങ് ഇരുന്ന് പോവാണ്. പണ്ണവിടേക്ക് വന്നിട്ട് അവന് കുടിക്കാനുള്ള വെള്ളമൊക്കെ എടുക്കുന്നുണ്ട്. ഇവന്റെ ഈ നോർമലായിട്ടുള്ള പെരുമാറ്റം കണ്ടിട്ട് ബാക്കിയുള്ളവർ ചോദിക്കുന്നുണ്ട്, എന്തയ്യോ നീ പറഞ്ഞത്, അവനെ നോക്കി അവൻ വീടായിട്ടൊന്നും ചെയ്യുന്നില്ല, അവൻ വെള്ളം എടുത്തോണ്ട് ഒന്നതായിരുന്നു കുടിക്കുന്നു, അല്ല എന്തോ ചെയ്ത്, ഇനിയിപ്പോ ഒരു കാര്യം ചെയ്യ്, നിനക്ക് അവനെ വേണ്ടാന്നുണ്ടെങ്കിൽ ഞാൻ ഏറ്റെടുത്തോളാം എന്നൊക്കെ നമ്മുടെ പാക്ക് പറയുന്നുണ്ട്. നീ ഏറ്റെടുത്തോളാന്നോ, അവൻ കുറച്ച് ഹാൻഡ്സ് ആണെന്ന് എഴുതിയിട്ട് ഇങ്ങനെയൊക്കെയാണോടി സംസാരിക്കുന്നത് ചോദിക്കുമ്പോഴേ, അതെന്താ കുഴപ്പം, നിനക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ ഞാൻ ശരിക്കും ഇൻട്രസ്റ്റഡ് ആണ്, അവൻ ശരിക്കും കാണാൻ ഹാൻഡ്സ് ആണ്, ക്യൂട്ടാണ്, ഞാൻ ഏറ്റെടുത്തോളാം എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഇവർ ഇതൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴേ നമ്മുടെ പണ്ണാണെങ്കിൽ നേരെ നോക്കുന്ന നമ്മുടെ യോയാണ്. യോ പെട്ടെന്ന് പണ്ണെ കണ്ട പടത്തന്നെ ഞാൻ നോക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവനാന്നുണ്ടെങ്കിൽ മുഖം തിരിച്ചിരിക്കുകയാണ്. പെട്ടെന്ന് തന്നെ നമ്മുടെ പണ്ണാന്നുണ്ടെങ്കിൽ അവൻ ഇരിക്കുന്നതിന്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ വന്നിരിക്കുകയാണ്. ഇനി എങ്ങനെ എന്നെ കാണുമെന്നുള്ള മട്ടില്. അപ്പൊ നമ്മുടെ യോയുടെ മൈൻഡില് അതെന്താ എനിക്ക് നിന്നെ കാണാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞ് അവൻ ചോദിക്കുന്നുണ്ട്. ആ ഒരു ടൈമില് നമ്മുടെ പണ്ണാന്നുണ്ടെങ്കിൽ അവന് കഴിക്കാനുള്ള ഫുഡാന്നുണ്ടെങ്കിൽ ഓർഡർ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഓർഡർ ചെയ്ത് ആ ഒരു പെണ്ണ് കൊണ്ടുവന്ന് വെക്കുമ്പോഴേ ആ ഒരു പെണ്ണാന്നുണ്ടെങ്കിൽ ചോദിക്കുന്നുണ്ട്, നിനക്ക് ഇതേപോലെ ഒന്നും വേണോ എന്നൊക്കെ. പെട്ടെന്ന് തന്നെ നമ്മുടെ യോയാന്നുണ്ടെങ്കിൽ എനിക്ക് 2 ബൗൾ വേണം, 2 ബൗളല്ല 3 ബൗൾ എടുത്തോളാൻ പറയാണ്. അടുത്തിരിക്കുന്നവന്മാരാന്നുണ്ടെങ്കിൽ എന്തോ തിനാടാ 3 ബൗള്, നമ്മളെ കൊണ്ട് ഇത് കഴിച്ചു തീർക്കാൻ പറ്റുമെന്നൊക്കെ. എന്തുകൊണ്ട് കഴിച്ചു തീർക്കാൻ പറ്റത്തില്ല, ഇത് പോർക്ക് ബ്ലഡ് സൂപ്പാണ്, ഇതുകൊണ്ട് എന്തൊക്കെ ഗുണമുണ്ടെന്ന് അറിയാം നമ്മുടെ ബോഡിക്ക് വേണമെന്ന് അയൺ കിട്ടും, അയൺ ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് അനീമിയെ പ്രിവെന്റ് ചെയ്ത് നിർത്താൻ പറ്റും. നിങ്ങൾക്ക് ഇതിനെ പറ്റി വല്ല അറിയാവോ, നിങ്ങൾ ഹൈസ്കൂളിൽ ഇതൊന്നും പഠിച്ചിട്ടില്ലേ, ആ ഒരു ടൈമിൽ ക്ലാസ്സിൽ ശ്രദ്ധിച്ചിരിക്കണമെന്നൊക്കെ നമ്മുടെ യോയാന്നുണ്ടെങ്കിൽ ഒച്ചത്തിൽ സംസാരിക്കുന്നുണ്ട്. ഓ അയൺ കിട്ടുമല്ലേ, ചിലപ്പോൾ ആ ഇരിക്കുന്ന പയ്യന് ചിലപ്പോൾ അയണിന്റെ കുറവുകൊണ്ടായിരിക്കും ഇങ്ങനെ ഒരുപാട് ബ്ലഡ് സൂപ്പ് വാങ്ങിച്ച് കുടിക്കുന്നത്, ചിലപ്പോൾ അവന് അനീമിയ വല്ലതും കാണും, അതിനെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും അവനിങ്ങനെ ബ്ലഡ് സൂപ്പ് വാങ്ങിച്ച് കഴിക്കുന്നതെന്നൊക്കെ ഇവൾമാര് പറയുന്നുണ്ട്. അങ്ങനെ അതിനുശേഷം കാണിക്കുന്നത് എപ്പോഴത്തെയും പോലെ തന്നെ ആ ഒരു സൂപ്പാന്നുണ്ടെങ്കിൽ നമ്മുടെ യോയെ കൊണ്ട് കുടിച്ചു തീർക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ അവനാന്നുണ്ടെങ്കിൽ അത് പാഴ്സലാക്കിയിട്ട് വാങ്ങിച്ചിട്ട് നടന്നു വരുന്ന വഴിയിലാണെങ്കിൽ അവൻ ഭയങ്കര ഹാപ്പി ആയിട്ട് സംസാരിച്ചിട്ടാണ് വരുന്നത്. അവൻ VIP കസ്റ്റമർ ആണെങ്കിൽ ഞാൻ VIP കസ്റ്റമർ ആണെന്ന് പറഞ്ഞുകൊണ്ട് ഇവനാന്നുണ്ടെങ്കിൽ ഭയങ്കര ഹാപ്പി ആയിട്ട് ആ ഒരു പോർക്ക് ബ്ലഡ് സൂപ്പൊക്കെ പൊക്കി പിടിച്ചോണ്ട് നടന്നു വരുവാണ്. പെട്ടെന്ന് തന്നെ ഇവൻ നോക്കുമ്പോഴാണെന്നുണ്ടെങ്കിൽ ഒരു മരത്തിന്റെ അവിടെ ചാരി നിൽക്കുകയാണ് നമ്മുടെ പണ്ണിനെ കണ്ടിട്ട് യോ ആദ്യം ഒന്ന് ഷോക്ക് ആവുന്നുണ്ട്. പണ്ണാണെങ്കിൽ ഇവന്റെ അടുത്തേക്ക് വന്നിട്ട് അവന്റെ കയ്യിലാണെങ്കിൽ പോർക്കിന്റെ ബ്ലഡ് സൂപ്പ് ഇല്ലേ, ആ ഒരു സൂപ്പാന്നുണ്ടെങ്കിൽ മണത്ത് നോക്കിയിട്ട് നിനക്ക് ഒരുപാട് ഇഷ്ടമാണല്ലേ പോർക്ക് ബ്ലഡ് സൂപ്പ്, ഇതേക്ക് യോ ആണെങ്കിൽ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്, അതിനിപ്പോ എന്താന്ന് പറഞ്ഞ് ചോദിക്കുമ്പോഴും ഓ അതിനിപ്പോ എന്താ
എന്താന്നോ, നമ്മൾ രണ്ടുപേരും ഒരേ ടൈപ്പ് ആൾക്കാരാണ്, നമുക്ക് രണ്ടുപേർക്കും ബ്ലഡ് സൂപ്പ് ഒരുപാട് ഇഷ്ടമാണ്. ഇതും പറഞ്ഞിട്ട് ഇവനാന്നുണ്ടെങ്കിൽ കൈ നീട്ടുന്നുണ്ട്. നമ്മുടെ യോ എന്നുണ്ടെങ്കിൽ മടിച്ചു പഠിച്ചിട്ട് കൈ കൊടുക്കാണ്. കൈ കൊടുത്ത പാടെ തന്നെ നമ്മുടെ പണ്ണാണെങ്കിൽ യോടെ കൈയാന്നുണ്ടെങ്കിൽ സ്മെല്ല് ചെയ്ത് നോക്കിയിട്ട് നിന്റെ സ്മെല്ലാന്നുണ്ടെങ്കിൽ സൂപ്പർ ആണെന്ന് പറയാണ്. ഇത് കേട്ട പാടെ തന്നെ നമ്മുടെ യോ എന്നുണ്ടെങ്കിൽ ഒരുമാതിരിയായിട്ട് നമ്മൾ ഓക്കെ ഞാൻ വീട്ടിൽ പോട്ടെ എന്ന് പറഞ്ഞിട്ട് ഇവൻ തിരിഞ്ഞ് നടക്കാൻ വേണ്ടി പോകുമ്പോഴ് അതൊക്കെ പോട്ടെ, എന്റെ പേര് പണ്ണാണ്, നിന്റെ പേരെന്താന്ന് പറഞ്ഞ് നമ്മൾ പണിച്ച് ചോദിക്കുന്നുണ്ട്. അതോ എന്റെ പേര് യോ എന്നാണെന്ന് നമ്മുടെ യോ പറയുന്നുണ്ട്. പെട്ടെന്ന് തന്നെ പണ്ണാണെങ്കിൽ ഓക്കെ എന്നാ പിന്നെ നീ പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് പോ, ഇപ്പൊ സമയം ഒരുപാട് ഇരുട്ടിയിട്ടുണ്ട്. അതേപോലെ തന്നെ നിന്റെ കയ്യിലിരിക്കുന്ന സാധനം അത് പെട്ടെന്ന് കൊണ്ടുപോയി തന്നെ ഫ്രിഡ്ജ് വെക്ക്. എന്നാലും ഫ്രിഡ്ജ് വെക്കുന്നതിനേക്കാളും നല്ലത് ഫ്രഷ് ആയിട്ട് തന്നെ കഴിക്കുന്നതാണ്, അതിന്റെ ടേസ്റ്റ് ഒന്നും പോകത്തില്ല, അത് സൂപ്പർ ആയിരിക്കും കഴിക്കാനെന്നൊക്കെ. ഇത് പറഞ്ഞതിന് ശേഷം ഇവനാന്നുണ്ടെങ്കിൽ പോർക്ക് ബ്ലഡ് സൂപ്പ് വിജയിക്കട്ടെ എന്നൊക്കെ പറയുന്നുണ്ട്. ഇവനിത് പറഞ്ഞു തരുമ്പോഴത്തേക്കും നമ്മുടെ യോയാന്നുണ്ടെങ്കിൽ അവിടുന്ന് പോകാൻ വേണ്ടി ഒരുങ്ങാണ്. പെട്ടെന്ന് തന്നെ നമ്മുടെ പണ്ണാന്നുണ്ടെങ്കിൽ പോർക്ക് ബ്ലഡ് സൂപ്പ് വിജയിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അവനാണെങ്കിൽ കൈയൊക്കെ പൊക്കി കാണിക്കുന്നുണ്ട്. ഇത് കാണുന്ന യോയെന്നുണ്ടെങ്കിൽ ഇവ ശരിക്കും വിയേർഡായിട്ടുള്ള പേഴ്സൺ തന്നെയാന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ്. പെട്ടെന്ന് തന്നെ ഇവനാണെന്നുണ്ടെങ്കിൽ ടാറ്റയൊക്കെ കാണിക്കുന്നുണ്ട്, ടാറ്റ തിരിച്ചു പറയാനെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇത് കേൾക്കുന്ന നമ്മുടെ യോയെന്നുണ്ടെങ്കിൽ ആ ടാറ്റ എന്നൊക്കെ പറഞ്ഞിട്ട് അവനവന്റെ വീട്ടിലേക്ക് പോവാണ്. വീട്ടിൽ ചെന്ന പാടെ തന്നെ അവന്റെ ഫ്രണ്ട്സിനെ വിളിക്കുന്നുണ്ട്, എല്ലാവരും കൂടി കോൺഫറൻസ് കോൾ ഇട്ട് സംസാരിക്കാണ്. അപ്പൊ അവൻ ആദ്യമേ തന്നെ സംസാരിക്കുന്നത് നമ്മുടെ പണ്ണിന്റെ കാര്യമാണ്. പണ്ണാണെങ്കിൽ പോർക്ക് ബ്ലഡ് സൂപ്പ് വിജയിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് ഞാൻ എന്ത് ചെയ്യാനാണ്, ഒരുപാട് വിയേർഡായിട്ടുള്ള പേഴ്സൺ ആണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇവൾമാരാണെങ്കിൽ അങ്ങനെയൊക്കെ പറഞ്ഞു ശരിക്കും വിയേർഡായിട്ടുള്ള പേഴ്സൺ ആണെന്നൊക്കെ. അന്നേരം നമ്മുടെ യോ ആലോചിക്കുന്നത് പണ്ണാണെങ്കിൽ നമ്മുടെ യോയുടെ കൈ പിടിച്ചിട്ട് സ്മെല്ല് ചെയ്ത് നോക്കുന്നുണ്ടായിരുന്നല്ലോ, അങ്ങനെ സ്മെല്ല് ചെയ്ത് നോക്കിയതും പോരാഞ്ഞിട്ട് നമ്മുടെ യോയെന്നിടയിൽ വലിച്ച് അടുത്തേക്ക് അടുപ്പിച്ചിട്ട് അവനാണെങ്കിൽ നേരെ നമ്മുടെ യോയുടെ കഴുത്തിന്റെ 2 വർഷം സ്മെല്ല് ചെയ്ത് നോക്കിയിട്ട് ഇതിന്റെ സ്മെല്ല് സൂപ്പർ ആണെന്ന് പറയുന്നുണ്ട്. ഇപ്പൊ ഇവൻ ഇതൊക്കെ ആലോചിച്ചിട്ട് മടിച്ചിട്ട് ഇവന്റെ ഫ്രണ്ട്സിന്റെ അടുത്ത് പറയുന്നുണ്ട്, നിങ്ങൾക്ക് ഒരു കാര്യം അറിയാവോ, അവൻ എന്റെ അടുത്ത് പറഞ്ഞു എന്റെ സ്മെല്ല് സൂപ്പർ ആണെന്ന്. എന്തെന്ന് നിന്റെ സ്മെല്ല് സൂപ്പർ ആണെന്ന് പറഞ്ഞു. അപ്പൊ അവൻ ശരിക്കും വിയേർഡായിട്ടുള്ള പേഴ്സൺ തന്നെയാടാന്നൊക്കെ പറഞ്ഞുണ്ട്. എന്നിട്ട് ഇവനാന്നുണ്ടെങ്കിൽ ശരിക്കും വിയേർഡായിട്ടുള്ള പേഴ്സൺ ആണ്, പക്ഷെ എന്തോ അവൻ എന്റെ അടുത്തേക്ക് വരുമ്പോഴേ ഞാൻ മുമ്പെപ്പോഴും അവനെ കണ്ട മാതിരി ഒരു ഫീലിംഗ് എനിക്ക് ഉണ്ടാവാണ്. അവന്റെ കണ്ണിലേക്ക് നോക്കുമ്പോഴേ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ടെന്ന് പറയാണ്. അങ്ങനെ പിറ്റേ ദിവസമാണ് നമ്മുടെ പണ്ട് താമസിക്കുന്ന അപ്പാർട്ട്മെന്റിലേക്ക് നമ്മുടെ യോ വരുവാണ്. യോ വന്നപ്പോഴെ തന്നെ അവിടെ ഒരു റൂം എടുക്കാനുള്ള ഒരുക്കത്തിലാണ്. അങ്ങനെ ഇവന്റെ ഒരു റൂം കൊണ്ടേ കാണിക്കുകയാണ്. ഈ റൂം ഒത്തിരി നാളെ തുറന്നിട്ട് ആകപ്പാട് പൊടി പിടിച്ച് കിടക്കാണ്, റെഡിയാക്കി തരാന്നൊക്കെ ഈ ഒരു ലേഡി പറയുന്നുണ്ട്. ഓക്കെ, പക്ഷെ ഇതൊരു ചെറിയ റൂമാണല്ലോ എന്നൊക്കെ ഇവൻ പറയുന്നുണ്ട്. ഇപ്പൊ ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള റൂം ഇത് മാത്രമുള്ളൂ ലേഡി പറയാണ്. അതൊക്കെ പോട്ടെ, എനിക്കൊരു കാര്യം ചോദിക്കാണ്ടായിരുന്നു. എന്റെ ഒരു ഫ്രണ്ട് ഇവിടെയാണ് താമസിക്കുന്നത്, എനിക്ക് ഏത് റൂമാന്ന് അറിയത്തില്ല, ഒന്ന് കണ്ടുപിടിച്ച് തരുമോ എന്നൊക്കെ ലേഡി എടുത്ത് നമ്മുടെ യോ ചോദിക്കുമ്പോഴേ ലേഡിയാന്നുണ്ടെങ്കിൽ നിന്റെ ഫ്രണ്ട് ഏതാണ്, പേരെന്താന്നൊക്കെ പറഞ്ഞ് ചോദിക്കുകയാണ്. ഇവനാണെങ്കിൽ എന്റെ ഫ്രണ്ട് എന്ന് പറയാൻ വേണ്ടി വരുമ്പോഴത്തേക്കും അവിടെ ഒരു ബെഡിന്റെ പുറത്ത് ഒരു ചെയർ ഉണ്ടായിരുന്നു. ആ ചെയറാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വന്ന് താഴത്തേക്ക് വീഴാണ്. ലേഡിയാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അവിടെ നിന്ന് പേടിച്ചങ്ങ് ഓടുവാണ്. നമ്മുടെ യോ എന്നുണ്ടെങ്കിൽ അകപ്പാട് പേടിക്കുന്നുണ്ട്. ഞാൻ ഈ റൂമിൽ താമസിക്കത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവനും പുറത്തേക്ക് ഇറങ്ങി വരുവാണ്. പുറത്തേക്ക് ഇറങ്ങി വന്നിട്ട് ലേഡി ചോദിക്കുന്നുണ്ട് അവന്റെ പേരെന്താന്നൊക്കെ. അവന്റെ പേരാണോ, അവന്റെ പേര് പണ്ണെന്നാണ്, ഒന്ന് നോക്കാൻ പറയുന്നുണ്ട്. ലേഡി ആണെങ്കിൽ രജിസ്റ്റർ ബുക്കിൽ നോക്കുന്നുണ്ട്. പണ്ണെന്ന് മാത്രമല്ലോ, മുഴുവൻ പേര് പറയാന്നുണ്ടെങ്കിൽ എളുപ്പമായിരുന്നെന്നൊക്കെ ലേഡി പറയുമ്പോൾ അവന്റെ പേര് കുറച്ച് ലോങ് ആയിട്ടുള്ള പേരാണ്, ഓർത്തു വെക്കാൻ കുറച്ചധികം ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ട് എനിക്ക് പണ്ണെന്ന് മാത്രമേ അറിയത്തുള്ളൂ, നിങ്ങളൊന്ന് നോക്കൂ എന്നൊക്കെ പറഞ്ഞു ചോദിക്കുമ്പോഴേ അത് നിന്റെ ക്ലോസ് ഫ്രണ്ട് ആണെന്നല്ലേ പറഞ്ഞത്, അപ്പൊ പിന്നെ നിനക്ക് എന്തുകൊണ്ട് പേരൊന്നും അറിയാതെന്ന് പറഞ്ഞുകൊണ്ട് ഈ ലേഡി നോക്കുമ്പോഴേ നമ്മുടെ പണ്ണിന്റെ പേര് കാണുന്നുണ്ട്. ഇതാ പണ്ണ്, നീ പറഞ്ഞ പണ്ണ് ഇതായിരിക്കും എന്ന് പറയുമ്പോഴേ നമ്മുടെ യോ എന്നുണ്ടെങ്കിൽ അവന്റെ ഫുൾ നെയിം ചോദിക്കുന്നുണ്ട്. ഈ ഒരു ലേഡി എന്നുണ്ടെങ്കിൽ ഫുൾ നെയിം പറഞ്ഞു കൊടുക്കാണ്. ഫുൾ നെയിം കുറച്ച് പാടാണ്ടോ ഗെയ്സ് പറയാന്, പക്ഷെ അതിന്റെ മീനിങ് എന്ന് പറയുന്നത് ഒരുപാട് കാലം ജീവിച്ചിരിക്കുന്നവനാണ്. പെട്ടെന്ന് തന്നെ ഇവന്റെ മൈൻഡ് ഇവൻ തിങ്ക് ചെയ്യുന്നുണ്ട് പേര് പോലും വിയേർഡായിട്ടുള്ള പേരാന്നൊക്കെ. അങ്ങനെ അതിനുശേഷം ലേഡി ആണെങ്കിൽ നമ്മുടെ പണ്ണിന്റെ റൂം കൊണ്ടേ കാണിക്കുന്നുണ്ട്. എനിക്കും ഈ ഒരു റൂമിന്റെ അടുത്ത് ഏതെങ്കിലും റൂം കിട്ടുമെന്നൊക്കെ നമ്മുടെ യോയി ചോദിക്കുമ്പോഴേ ഇല്ല, അങ്ങനെ ഈ റൂമിന്റെ അടുത്തായിട്ട് വേറെ റൂമൊന്നും വേക്കൻ്റ് ആയിട്ടില്ല, ഞാൻ നിനക്ക് റൂം കാണിച്ചു തന്നില്ലേ, ആ റൂം മാത്രമേ ഉള്ളൂ, ഒരു കാര്യം ചെയ്യ്, നിന്റെ ബെസ്റ്റ് ഫ്രണ്ടാന്നല്ലേ പറഞ്ഞത്, നീ അവന്റെ റൂമിൽ തന്നെ പോയി ചെന്ന് താമസിക്കാൻ ലേഡി പറയുന്നുണ്ട്. എനിക്ക് അങ്ങനെ അവന്റെ റൂമിലൊന്നും പോയി ചെന്ന് താമസിക്കാനൊന്നും പറ്റത്തില്ല, ശരിക്കും പറയാന്നുണ്ടെങ്കിൽ അവനൊരു കള്ളനാണ്, അവനാണെങ്കിൽ എന്റെ സാധനം വല്ല അടിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ ഞാൻ എന്തോ ചെയ്യുന്നൊക്കെ നമ്മുടെ യോ പറയുമ്പോഴും ശരിക്കും അവനൊരു കള്ളനാണോ, അതുകൊണ്ടായിരിക്കും കഴിഞ്ഞ ദിവസം അവൻ എന്നെ കണ്ടപ്പോഴേ എന്റെ ഹാർട്ട് അവന് മോഷ്ടിച്ചുകൊണ്ട് പോയെന്നൊക്കെ ഈ ലേഡി പറയുന്നുണ്ട്. നമ്മുടെ യോ എന്നുണ്ടെങ്കിൽ ഈ എന്തൊക്കെയാ പറയുന്നുള്ള മട്ടി നിൽക്കുകയാണ്. അങ്ങനെ നമ്മുടെ യോ തീരുമാനിക്കാണ് ആ റൂം എടുക്കാന്ന്. അവൻ നേരെ റൂമിലേക്ക് വന്നിട്ട് എന്നാരും ഒന്നും ചെയ്യല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവനാന്നുണ്ടെങ്കിൽ കസേരയൊക്കെ നേരെ എടുത്ത് വെക്കുന്നുണ്ട്. ഇപ്പൊ ഈ ഒരു കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ കോളേജിൽ വന്നിട്ട് ബാക്കി എല്ലായിടത്തും പറഞ്ഞോണ്ടിരിക്കുകയാണ്. അപ്പൊ പെമ്പിള്ളാരാന്നുണ്ടെങ്കിൽ പ്ലീസറാ, നിനക്ക് പേടിയാന്നുണ്ടെങ്കിൽ ഞങ്ങളോടെ ഒന്ന് താമസിക്കാന്നൊക്കെ പറയുന്നുണ്ട്. ഇവനാന്നുണ്ടെങ്കിൽ അതിന്റെ ഒന്നും ആവശ്യമില്ല, ഒന്നാമത് ചെറിയ റൂമാണ്, നിങ്ങൾക്ക് എന്നെ ഇതിൽ ഹെൽപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും മാർഗത്തിൽ ഹെൽപ്പ് ചെയ്താൽ മതി എന്നൊക്കെ ഇവൻ പറയുന്നുണ്ട്. അപ്പൊ അടുത്തിരിക്കുന്ന നമ്മുടെ ലൂയിസ് ആണെങ്കിൽ നീ ഇപ്പോഴും വിചാരിക്കുന്നുണ്ടോ ആ ഒരു പയ്യനാന്നുണ്ടെങ്കിൽ നമ്മളെ പ്രോജക്റ്റ് അവന് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെന്നൊക്കെ. ഇദ്ദേഹത്തെ യോ എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് അവന് നമ്മൾ ഹെൽപ്പ് ചെയ്യാൻ പറ്റും, നമ്മുടെ ഡോക്യുമെന്ററിൽ ഒരു മെയിൻ ക്യാരക്ടറും വേണ്ടേ, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അവനെ സെലക്ട് ചെയ്തിട്ടുള്ളത്. അവൻ ശരിക്കും വിയേർഡായിട്ടുള്ള പേഴ്സൺ ആണ്, ഞാൻ ഊഹിക്കുന്നത് ശരിയാന്നുണ്ടെങ്കിൽ അവനൊരിക്കലും ശരിയായിട്ടുള്ള ഒരു ഹ്യൂമൻ അല്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഇദ്ദേഹത്തിന്റെ ലൂയിസ് ആണെങ്കിൽ ലോകത്തിൽ ഒരുപാട് പേര് വിയേർഡായിട്ട് പെരുമാറുന്നുണ്ട്, അപ്പൊ അവരെല്ലാരെയും പറ്റി സ്റ്റഡി ചെയ്യാൻ നമ്മളെ കൊണ്ട് പറ്റുമെന്നൊക്കെ നമ്മൾ ലൂയിസ് ചോദിക്കുന്നുണ്ട്. നീ എന്നെ വിശ്വസിക്കേ, ഞാൻ അവനെ പറ്റി ആദ്യം ഒന്ന് സ്റ്റഡി ചെയ്യട്ടെ, എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം നമ്മുടെ ഡോക്യുമെന്ററിയിൽ അവനെ മെയിൻ ക്യാരക്ടർ ആക്കണം വേണ്ടെന്നൊക്കെ. നിനക്കെന്താ യുഫോ ആണിത് ഗ്യാങ്ങിലൊന്നും വിശ്വാസമില്ലെന്ന് നമ്മുടെ യോ ചോദിക്കുന്നുണ്ട്.
അന്നേരം നമ്മൾ ലൂയിസ് എന്നുണ്ടെങ്കിൽ ആലോചിച്ചിരിക്കുകയാണ്. ഇവര് സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ തീരുമാനിച്ച ഒരു കാര്യമുണ്ട്. ഇവര് ഏലിയൻസിനെ പറ്റി മറ്റു ഡിഫറൻസ് ആയിട്ടുള്ള കാര്യങ്ങളെ പറ്റിയൊക്കെ പഠിക്കുന്നു. അങ്ങനെ ഇവരെ ടീമിന് ഒരു പേര് വെക്കണമല്ലോ. അങ്ങനെ അതിനു വേണ്ടിയിട്ട് ഇവരെല്ലാരും കൂടി തീരുമാനിച്ച ഒരു പേരാണ് യൂഫോ ആൻഡ് ദി ഗ്യാങ് എന്നുള്ള പേര്. ഇപ്പൊ ഇതൊക്കെ ആലോചിച്ച് ഇമോഷണൽ ആവുന്ന നമ്മുടെ ലൂയിസ് ആണെങ്കിൽ ഇതിന് ഓക്കെ പറയാണ്. അങ്ങനെ യോ പറഞ്ഞ പോലെ തന്നെ അവനാണെങ്കിൽ റൂമിലേക്ക് താമസം പറ്റുകയാണ്. അപ്പൊ അവന്റെ അനീത്തിയുടെ അടുത്ത് നിന്ന് കോള് വരുന്നുണ്ട്. കോൾ അറ്റൻഡ് ചെയ്ത പാടെ തന്നെ അനീത്തിയാന്നുണ്ടെങ്കിലേ ചേട്ടാ എന്തൊക്കെയാ നടക്കുന്നത്, നമ്മുടെ കോളേജിന്റെ അടുത്തല്ലേ നമ്മുടെ വീട്, പിന്നെ അവിടുന്ന് പോയി വരാന്നുള്ള ദൂരമല്ലേ ഉള്ളൂ, പിന്നെ എന്തിനാ റൂം എടുത്തത്, ശരിക്കും പറയാന്നുണ്ടെങ്കിൽ അച്ഛനൊക്കെ ഒരുപാട് ഡൗട്ട് അടിക്കുന്നുണ്ട്. ശരിക്കും ഇനി ചേട്ടന് വല്ല ഗേൾ ഫ്രണ്ട് വല്ലതും ഉണ്ടോ എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുമ്പോഴേ ഇവനാന്നുണ്ടെങ്കിൽ എനിക്ക് അങ്ങനെ ഗേൾ ഫ്രണ്ട് ഒന്നും ഇല്ലാന്ന് പറയാണ്. അങ്ങനെ ഇവൻ സംസാരിച്ചുകൊണ്ട് വരുന്ന വഴിക്കാന്നുണ്ടെങ്കിൽ ഇവൻ പോയി ചെന്ന് നമ്മുടെ പണ്ണിന്റെ റൂമിൽ പോയി ചെന്ന് എത്തിയും വലിഞ്ഞൊക്കെ നോക്കുന്നുണ്ട്, വല്ല കാണാൻ പറ്റുമെന്നൊക്കെ. നമ്മുടെ പണ്ണാന്നുണ്ടെങ്കിൽ പകൽ സമയത്ത് പുറത്തേക്ക് ഇറങ്ങുന്ന ആളെല്ലാം തോന്നുന്നു. അങ്ങനെ ഇവനാന്നുണ്ടെങ്കിൽ താഴത്തേക്ക് ഇറങ്ങി വരുവാണ്. താഴത്തേക്ക് ഇറങ്ങി വന്നിട്ട് ഇവനാന്നുണ്ടെങ്കിൽ എത്തിയും വലിഞ്ഞു നോക്കുന്നുണ്ട്. ആ ഒരു ടൈമില് നമ്മുടെ പണ്ണിന്റെ അപ്പാർട്ട്മെന്റിന്റെ ബാൽക്കണിയില് ഒരു കൊട പുറത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട്. ഇവനാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കോളങ്ങ് കട്ടിയാണ്. അപ്പൊ നോക്കുമ്പോഴാണെങ്കിൽ ആ ഒരു കൊടയാന്നുണ്ടെങ്കിൽ കൈക്കാണ് കൊട പിടിക്കുന്നത്. എന്നിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാണ് ഒരു ചെടിക്ക്. അപ്പൊ ഈ ഒരു കൈയും കൊടയൊക്കെ കാണുമ്പോൾ തന്നെ നമ്മുടെ യോയ്ക്കാണെങ്കിൽ മനസ്സിലാവാണ് ഇത് ശരിക്കും നമ്മുടെ പണ്ണാണെന്ന്. അങ്ങനെ ഇവനാണെങ്കിൽ ആ റൂമിൽ പണ്ണുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാല് പിന്നെ നമ്മുടെ യോ അടങ്ങിയിരിക്കത്തില്ലല്ലോ. അവനാണെന്നുണ്ടെങ്കിൽ അവന്റെ റൂമിൽ തന്നെ ഉണ്ട് എത്തി വലിഞ്ഞു നോക്കുന്നുണ്ട് പണ്ണ് പുറത്തേക്ക് ഇറങ്ങി വരുന്നുണ്ടോ എന്നൊക്കെ. പണ്ണ് പെട്ടെന്ന് പുറത്തേക്ക് ഇറങ്ങി വരുമ്പോഴേ ഇവനൊന്നും അറിയാതെ പോലെ കാഷ്വൽ ആയിട്ട് നമ്മുടെ പണ്ണ് കണ്ടിട്ട് ഹായ് പണ്ണെന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. നമ്മുടെ പണ്ണാണെങ്കിൽ പെട്ടെന്ന് യോയുടെ അടുത്തേക്ക് വന്നിട്ട് യോ നീ എന്താ ഇവിടെ, നീ ഇവിടെയാണോ താമസിക്കുന്നത് എന്ന് ചോദിക്കാണ്. ആ ഞാൻ ഇവിടെ തന്നെയാണ് താമസിക്കുന്നത്, ഈ റൂം റെന്റിന് എടുത്തിട്ട് ഒരുപാട് നാളായി, ഇപ്പോഴാണ് താമസിക്കാൻ വരുന്നതെന്നൊക്കെ. നിനക്ക് പക്ഷേ ഈ റൂമിൽ താമസിക്കുന്നതിന് ഒട്ടും തന്നെ പേടിയില്ലേ? ആ ഒരു ഇൻസിഡന്റിന് ശേഷം ഈ റൂമിൽ ആരും താമസിക്കാറില്ല എന്നൊക്കെ നമ്മുടെ പണ്ണാന്നുണ്ടെങ്കിൽ പേടിപ്പിക്കുന്ന രീതി സംസാരിക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ യോ ആണെങ്കിൽ അയ്യോ നീ അതിനെ പറ്റിയിട്ടൊന്നും പറയണ്ട, നൈറ്റ് എനിക്ക് ഉറങ്ങാൻ പറ്റത്തില്ല അതുകൊണ്ടാണെന്നൊക്കെ. പക്ഷേ എനിക്ക് റൂമിനെ പറ്റിയിട്ട് പറയാതിരിക്കാൻ വയ്യ, നിനക്കെന്താ ഗോസ്റ്റിനെ ഒന്നും പേടിയില്ലേന്ന് പറഞ്ഞ് നമ്മുടെ പണ്ണ് ചോദിക്കുമ്പോഴേ യോയാന്നുണ്ടെങ്കിൽ ഞാൻ മിണ്ടായിരിക്കാനല്ലേ പറഞ്ഞത്, എനിക്ക് അതിനെ പറ്റിയിട്ടൊന്നും അറിയണ്ടെന്ന് പറയണേ. അങ്ങനെ രണ്ടുപേരും കൂടി നേരെ താഴത്തേക്ക് ഇറങ്ങി വരുവാണ്. അപ്പൊ നമ്മുടെ യോയാന്നുണ്ടെങ്കിൽ പണ്ണിന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് നിന്റെ റൂമിന് എത്ര റെന്റ് എന്നൊക്കെ. അതോ എന്റെ റൂമിനാണെങ്കിൽ 1000 രൂപയാണെന്നൊക്കെ നമ്മുടെ പണ്ണ് പറയാണ്. അന്നേരം നമ്മുടെ യോ ആണെങ്കിൽ ഒരു ഫ്ലാഷ് ബാക്ക് ആലോചിച്ച് നോക്കാണ്. അവൻ ആ ഒരു അപ്പാർട്ട്മെന്റിലേക്ക് വന്ന ടൈമില് അവിടുത്തെ ആ ലേഡി ഉണ്ടല്ലോ, ആ ലേഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു 4ാമത്തെ ഫ്ലോറിലുള്ള റൂമിലൊക്കെ റെന്റ് ഭയങ്കര അധികം കൂടുതലാണ്, ഏകദേശം ഒരു 10,000 രൂപ അടുക്ക വരുമെന്നൊക്കെ. ഇവനാന്നുണ്ടെങ്കിൽ ഓക്കെ പറഞ്ഞിട്ടാണ് ആ റൂം റെന്റിന് എടുത്തിട്ടുള്ളത്. ഇപ്പൊ ഇവൻ ഇതൊക്കെ ആലോചിച്ചിട്ട് 1000 രൂപയാ, അതിലൊട്ടും തന്നെ ചാൻസ് ഇല്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ യോ എന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് പോകുന്നുണ്ട്. നമ്മുടെ പണ്ണാന്നുണ്ടെങ്കിൽ എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അങ്ങനെ അതിനുശേഷം നേരെ രണ്ടുപേരും കൂടി ആ ഒരു റോഡ് സൈഡിലുള്ള കടയില് അവിടേക്ക് വരുവാണ്. അവിടേക്ക് വന്ന പടത്തിന് ഫുഡൊക്കെ ഓർഡർ ചെയ്യുന്നുണ്ട്. നീ പറഞ്ഞില്ലേ 1000 രൂപ എന്നൊക്കെ, ശരിക്കും അത് 1000 രൂപ തന്നെയാണോ? ഇലക്ട്രിസിറ്റിക്കും വാട്ടറിനൊക്കെ ചേർത്ത് എല്ലാത്തിനും കൂടി ചേർത്തിട്ടാണോ? ആ എല്ലാത്തിനും കൂടി ചേർന്നിട്ടാണ് എനിക്ക് 1000 രൂപ ആവുന്നതെന്നൊക്കെ നമ്മുടെ പണ്ണ് പറയുന്നുണ്ട്. ഇവനാന്നുണ്ടെങ്കിൽ ഒട്ടും തന്നെ അത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ രണ്ടിനും കൂടി ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. അപ്പൊ അവിടെ സെർവ് ചെയ്യുന്ന ആ ഒരു പെണ്ണില്ലേ, അവളാന്നുണ്ടെങ്കിൽ ഇവരുടെ അടുത്തേക്ക് വന്നിട്ട് ഞങ്ങളുടെ കടയിൽ ഇന്നൊരു പ്രൊമോഷൻ ഉണ്ട്, കപ്പിൾസ് ആയിട്ട് വന്ന് ഫുഡ് കഴിക്കാന്നുണ്ടെങ്കിൽ 50% ഓഫർ ഉണ്ടെന്ന് പറയണേ. ഇത് കേട്ട പാടെ തന്നെ നമ്മുടെ യോ എന്നുണ്ടെങ്കിൽ അതൊന്നും വേണ്ടാന്ന് പറയണേ. പെട്ടെന്ന് തന്നെ നമ്മുടെ പണ്ണാണെങ്കിൽ യോയുടെ കയ്യിലേക്ക് കയറി പിടിച്ചിട്ട് ഓക്കെ ഞങ്ങളാണ് ഒരു കപ്പിൾസ് ആയിട്ട് നിങ്ങൾ ഏറ്റെടുത്തോ, ഇന്നത്തെ ഓഫർ ഞങ്ങൾക്ക് ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് പറയാണ്. പെട്ടെന്ന് തന്നെ ആ ഒരു പെണ്ണാന്നുണ്ടെങ്കിൽ ഓക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവാണ്. നമ്മുടെ യോ എന്നുണ്ടെങ്കിൽ പണ്ണിനടുത്ത് നീ എന്തു ചെയ്തെന്ന് പറഞ്ഞ് ചോദിക്കാണ്. നമ്മുടെ പണ്ണാണെങ്കിൽ നീ വിചാരിക്കും പോലെ അങ്ങനെ ഒരു താല്പര്യം എനിക്ക് നിന്റെ മേലിലില്ല, ഞാൻ എന്തിനാ കാശ് വെറുതെ ചെലവാക്കുന്നതെന്ന് കരുതിയിട്ട് അവരുടെ അടുത്ത് അങ്ങനെ പറഞ്ഞത്, നീ വെറുതെ തെറ്റിദ്ധരിക്കൊന്നും വേണ്ടെന്നൊക്കെ. അങ്ങനെ രണ്ടുപേരും കൂടി ഫുഡ് കഴിച്ചിട്ട് നേരെ വരുന്നത് ആ ഒരു അപ്പാർട്ട്മെന്റിന്റെ റൂഫ് ടോപ്പിലേക്കാണ്. നമ്മുടെ യോ ആണെങ്കിൽ റൂഫ് ടോപ്പിൽ നിന്ന് തിരിഞ്ഞു നോക്കുമ്പോഴും പണ്ണെ കാണുന്നില്ല. പണ്ണാന്നുണ്ടെങ്കിൽ അതിന്റെ മേലുള്ള റൂഫ് ടോപ്പിൽ കയറി നിൽക്കുകയാണ്. പെട്ടെന്ന് തന്നെ യോയെ വിളിക്കുന്നുണ്ട്, യോ ഇങ്ങോട്ട് വാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. യോ എന്നുണ്ടെങ്കിൽ ഇല്ല ഞാൻ അവിടേക്കൊന്നും വരുന്നില്ല എന്ന് പറയണേ. ഇത് കേൾക്കുന്നത് നമ്മുടെ പണ്ണാന്നുണ്ടെങ്കിൽ എന്താ നിനക്ക് പേടിയാണെന്ന് പറഞ്ഞ് ചോദിക്കുകയാണ്. എനിക്ക് പേടിയൊന്നുമില്ല, എനിക്കത് സേഫ് ആയിട്ട് തോന്നിയില്ല അതുകൊണ്ടാണെന്നൊക്കെ. നമ്മുടെ യോയ്ക്ക് പേടിയുണ്ടെന്ന് മനസ്സിലാക്കുന്നത് നമ്മുടെ പണ്ണാന്നുണ്ടെങ്കിൽ അവനും താഴത്തേക്ക് ഇറങ്ങി വരുവാണ്. അങ്ങനെ രണ്ടുപേരും കൂടി ഒരു സ്ഥലത്തേക്ക് വന്നിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ പണ്ണാണെങ്കിൽ നമ്മുടെ യോ അടുത്ത് ചോദിക്കുന്നുണ്ട്, നീ എന്ത് ഉദ്ദേശത്തിലാണ് എന്റെ അടുത്ത് വന്ന് മിണ്ടുകയൊക്കെ ചെയ്യുന്നത്? ആദ്യം നീ എന്നെ കണ്ടപ്പോഴൊക്കെ പേടിച്ച് മാറിപ്പോവായിരുന്നു, ഇപ്പൊ നീ ഞാനുമായിട്ട് ക്ലോസ് ആവാൻ വേണ്ടി ശ്രമിക്കുന്നു, നീ ഞാൻ താമസിക്കുന്ന അതേ അപ്പാർട്ട്മെന്റിൽ വന്ന് റൂം എടുക്കുകയും ചെയ്ത് നീ ഞാനുമായിട്ട് ഇടപെടാൻ വേണ്ടി ഒരുപാട് ശ്രമിക്കുന്നുണ്ട്. ശരിക്കും നിനക്ക് തന്നെ തോന്നില്ലേ നീ വിയേഡായിട്ടാണ് പെരുമാറുന്നതെന്നൊക്കെ? ഇതേക്ക് നമ്മുടെ യോയുടെ മൈൻഡില് ഞാൻ വിയേഡാണെന്നോ? നിന്റെ അത്ര എന്തായാലും വിയേഡ് ആവത്തില്ല എന്ന് അവന്റെ മൈൻഡിൽ അവൻ പറയുന്നുണ്ട്. ഇതാന്നുണ്ടെങ്കിൽ നമ്മുടെ പണ്ണ് മനസ്സിലാവാണ്. പണ്ണാന്നുണ്ടെങ്കിൽ എന്തോ നീ പറഞ്ഞത് ഞാൻ വിയേഡായിട്ടുള്ള പേഴ്സൺ ആണെന്നോ? പെട്ടെന്ന് നമ്മുടെ യോ എന്നുണ്ടെങ്കിൽ പേടിച്ചിട്ട് ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചിട്ടില്ല, നീ വിയേഡായിട്ടുള്ള പേഴ്സൺ ആണെന്നോ? ഇല്ല നീ നോർമൽ ആയിട്ടുള്ള പേഴ്സൺ ആണെന്ന് ഇവൻ പറയാണ്. പെട്ടെന്ന് തന്നെ നമ്മുടെ പണ്ണാന്നുണ്ടെങ്കിൽ ഞാൻ നോർമൽ ആയിട്ടുള്ള പേഴ്സൺ ആണെന്നോ? നീ ശരിക്കും ഒരു സില്ലി ബോയ് ആണ്, ഞാൻ നോർമൽ ആയിട്ടുള്ള പേഴ്സൺ അല്ല എന്ന് പറയണേ. പെട്ടെന്ന് തന്നെ നമ്മുടെ യോയാന്നുണ്ടെങ്കിൽ നീ ഇപ്പൊ എന്ത് പറഞ്ഞത്, നിനക്ക് അതിനെ പറ്റിയിട്ടൊന്ന് പറയാൻ പറ്റുമെന്നൊക്കെ പറഞ്ഞ് ചോദിക്കുന്നുണ്ട്. അതിന് നമ്മുടെ പണ്ണാന്നുണ്ടെങ്കിൽ എന്തിനാ ഞാൻ എന്നെ പറ്റിയിട്ട് പറയുന്നത്, നീ ശരിക്കും പറഞ്ഞില്ലല്ലോ, നീ എന്തിനാ ഞാനോട് ക്ലോസ് ആവുന്നതെന്ന്, നീ അതിനെ പറ്റിയിട്ട് സത്യസന്ധമായിട്ട് പറയാന്നുണ്ടെങ്കിൽ ഞാൻ എന്നെ പറ്റിയിട്ടും പറയാന്ന് നമ്മുടെ പണ്ണ് പറയുന്നുണ്ട്. നമ്മുടെ യോ എന്നുണ്ടെങ്കിൽ ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ്. അപ്പൊ നമ്മുടെ പണ്ണാന്നുണ്ടെങ്കിൽ
ആണെങ്കിൽ യോടെ അടുത്തേക്ക് എന്നിട്ട് അവന്റെ കണ്ണിലോട്ട് നോക്കിയിട്ട് ശരിക്കും പറയുകയാണെങ്കിൽ ഞാൻ മുമ്പൊരിക്കൽ നിന്നെ കണ്ടിട്ടുണ്ട്, നിന്നെ എനിക്ക് മുമ്പേ തന്നെ അറിയാം, നിനക്കും എന്നെ അറിയത്തില്ലേന്ന് പറഞ്ഞ് ചോദിക്കുകയാണ്. അപ്പൊ നമ്മുടെ യോ എന്നുണ്ടെങ്കിൽ ആലോചിക്കുന്നുണ്ട്, അവന്റെ ഫ്രണ്ട്സിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അവന്റെ കണ്ണിലേക്ക് നോക്കുമ്പോഴും അവന് മുമ്പ് എപ്പോഴോ കണ്ടതായിട്ട് പരിചയമുണ്ടെന്നൊക്കെ. അങ്ങനെ നമ്മുടെ യോ എന്നുണ്ടെങ്കിൽ ആലോചിച്ച് നോക്കുന്നുണ്ട്. ആക്ച്വലി നമ്മുടെ യോ എന്നുണ്ടെങ്കിൽ കുഞ്ഞായിരിക്കുന്ന ടൈമില് അവനാണെങ്കിൽ ഊഞ്ഞാലിരുന്ന ആടുവാണ്. അപ്പൊ തൊട്ടപ്പുറത്ത് തന്നെ നമ്മുടെ പണ്ണിരിപ്പുണ്ട്. പണ്ണാണെങ്കിൽ ഐസ്ക്രീം കഴിച്ചോണ്ടിരിക്കുകയാണ്. പണ്ണിന്റെ ഹെയറിലും ഡ്രസ്സിംഗ് സ്റ്റൈലിലും മാത്രമേ ഉള്ളൂ വ്യത്യാസം. അവനാണെന്നുണ്ടെങ്കിൽ ഐസ്ക്രീം കഴിച്ചോണ്ടിരിക്കുകയാണ്. ഇവനിങ്ങനെ കൊതിപ്പിച്ച് ഐസ്ക്രീം ഒക്കെ കഴിക്കുന്ന കാണുമ്പോൾ നമ്മുടെ യോയ്ക്കാണെന്നുണ്ടെങ്കിൽ ഐസ്ക്രീം കഴിക്കാൻ ആഗ്രഹം ഉണ്ടാവാണ്. അങ്കിള് എനിക്ക് കൂടി കുറച്ച് ഐസ്ക്രീം തരുമെന്നൊക്കെ നമ്മുടെ യോയ് ചോദിക്കുന്നുണ്ട്. പണ്ണാന്നുണ്ടെങ്കിൽ ആ ഒരു കൊച്ചു കുട്ടിയുടെ മുമ്പിൽ വെച്ചുകൊണ്ട് തന്നെ ആ ഒരു ഐസ്ക്രീം ഫുള്ളും കാണിച്ചുകൊണ്ട് അങ്ങ് കഴിച്ചു തീർത്തിട്ട് അവൻ അവിടെ നിന്ന് ഒന്നും മിണ്ടാതെ എഴുന്നേറ്റ് പോവാണ്. യോ എന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് കരയുന്നുണ്ട്. യോ ഇപ്പൊ ഇതൊക്കെ ആലോചിച്ചിട്ട് എടാ ദുഷ്ടാ, നീ ആ ഒരു അങ്കിളല്ലേ എനിക്ക് അത് ഐസ്ക്രീം തരാതെ കഴിച്ച അങ്കിൾ എന്ന് പറഞ്ഞിട്ട് ഇവൻ നോക്കുമ്പോഴാണെങ്കിൽ അവിടെ എങ്ങും നമ്മുടെ പണ്ണിനെ കാണുന്നില്ല. ഇവൻ നേരെ പണ്ണിനെ തിരക്കിട്ട് നേരെ അവന്റെ റൂമിന്റെ വാതിക്ക് വരികയാണ്. പണ്ണി ഇത് എവിടെ പോയെന്നൊക്കെ ചോദിച്ചോണ്ട് ഇവനാന്നുണ്ടെങ്കിൽ ഡോറിന് തട്ടി നോക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ പണ്ണാന്നുണ്ടെങ്കിൽ പുറത്തേക്ക് ഇറങ്ങി വരുന്നില്ല. ഇവൻ നോക്കുമ്പോഴാണെങ്കിൽ ഡോർ ഓപ്പൺ ആയിട്ട് കിടക്കാണ്. ചുറ്റിനും നോക്കിയിട്ട് ഇവനാന്നുണ്ടെങ്കിൽ അകത്തേക്ക് കയറുന്നുണ്ട്. അകത്തേക്ക് കയറി വന്ന പാടെ തന്നെ ആക്ച്വലി ഞാൻ നിന്റെ അടുത്ത് സത്യം പറയാൻ വേണ്ടി പോവാണ്, ഞാനും എന്റെ ഫ്രണ്ട്സ് കൂടി പഠിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഇവനാന്നുണ്ടെങ്കിൽ ആലോചിക്കുന്നത് നമ്മുടെ പണ്ണിനാണെങ്കിൽ ബ്ലഡ് ഭയങ്കര ഇഷ്ടമല്ലേ, അതേപോലെ തന്നെ സൺലൈറ്റ് ഭയങ്കരമായിട്ടും പേടിയാണ്, എപ്പോ നോക്കിയാലും കൊടയെ പിടിച്ചോണ്ടാണ് നടക്കുന്നത്. പിന്നെ അവന് സ്മെല് ചെയ്യാനുള്ള കഴിവുണ്ട്. അതേപോലെ തന്നെ അവനാണെങ്കിൽ നമ്മുടെ യോട് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഞാൻ നോർമൽ ആയിട്ടുള്ള പേഴ്സൺ അല്ല, നീ ഒരു സില്ലി ബോയ് ആണെന്നൊക്കെ. അതേപോലെ തന്നെ നമ്മുടെ യോയ്ക്കാന്നുണ്ടെങ്കിൽ തുടക്കം തൊട്ടേ ഇവനൊരുമാതിരി വിയേർഡായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നല്ലോ. അവന്റെ ഫ്രണ്ട്സിന്റെ അടുത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നു അവൻ ശരിക്കും ഒരു ഹ്യൂമൻ അല്ല എന്നൊക്കെ. ഇപ്പൊ ഇതൊക്കെ ആലോചിച്ചിട്ട് ഇവൻ റൂമിലേക്ക് വരികയാണ്. റൂമാന്നുണ്ടെങ്കിൽ ഫുള്ള് ഇരുട്ടാണ്. പെട്ടെന്ന് അവിടേക്ക് മിന്നലടിക്കുന്നുണ്ട്. ആ ഒരു മിന്നലിന്റെ വെട്ടത്തില് നമ്മുടെ യോ എന്നുണ്ടെങ്കിൽ ഒരു കാര്യം കാണുവാണ്. അത് വേറൊന്നുമല്ല, താഴെ എന്നുണ്ടെങ്കിൽ ഷൗപ്പട്ടി ഉണ്ട്. ഷൗപ്പട്ടിക്കകത്തൊരു തലേണയുണ്ട്. പെട്ടെന്ന് തന്നെ ഇവനാന്നുണ്ടെങ്കിൽ പേടിച്ചിട്ട് പുറയിലേക്ക് മാറുന്നുണ്ട്. പുറയിലേക്ക് മാറുന്ന നമ്മുടെ യോടെ പുറകുവശത്ത് ഒരു വാമ്പയറിനെ പോലെ ഒരാൾ വന്ന് നിൽക്കുന്നുണ്ട്. സോ ഈ ഒരു മൊമെന്റ് കാണിച്ചുകൊണ്ടാണ് ഈ ഒരു എപ്പിസോഡ് ഇവിടെ തീരുന്നത്. അപ്പോൾ ഓക്കെ ബേബ്സ്, ടാറ്റാ, ബൈ ബൈ.